കിട്ടണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പിന്നെ അപ്ലയൻസ് ആയിട്ടുള്ളവർ എനിക്ക് ഇപ്പൊ അശ്വതി മാം ഒക്കെ എനിക്ക് പ്ലാൻ തരുമ്പോൾ അശ്വതി മാം പറഞ്ഞ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ, അതായത് നമുക്കില്ലാത്ത പല ശീലങ്ങളും നമുക്ക് വന്നുള്ള എന്നുള്ളതാണ്. ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നമുക്കൊരു MC ചെയ്യേണ്ടി വരും, ഇതിലിങ്ങനെ നമുക്ക് സെഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഞാൻ വിചാരിച്ചത് നമ്മളുടെ മുകളിൽ അച്ചീവ് ചെയ്തവർക്ക് മാത്രം ചെയ്യാനുള്ള ഡ്യൂട്ടിയാണിത്, അല്ലാണ്ട് നമ്മളെപ്പോലുള്ളവരൊന്നും ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ വന്നിട്ടില്ല. 7 AM ഉണ്ടാവും, പിറ്റത്തെ ദിവസം തൊട്ട് 7 AM സ്റ്റാർട്ട് ചെയ്യണു, അങ്ങനെ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ അപ്പോഴും നമുക്ക് ഇതിലൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് പതുക്കെ പതുക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളിതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്നു പറയുന്നുണ്ട്, നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു പറയുന്നുണ്ട്, നമ്മളുടെ സ്ക്രീനിനോടുള്ള ഫിയർ, അതായത് ഒരു സദസ്സിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഫിയർ മാറ്റാൻ പറ്റും. ഒരു പേടി ഉണ്ടാവില്ല. നമ്മൾ സാധാ വീടുകളിൽ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരുണ്ട്, പുറത്തേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്നവർക്കായാലും ഒരു മൈക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവും. നമ്മളിപ്പോ ഡെയിലി വീട്ടിൽ നിൽക്കുന്നവരായാലും വീട്ടിലെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ബാങ്ക് പോകേണ്ടി വരും, പല കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളുകളിൽ പോകേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ പോയി ഒന്നോ രണ്ടോ പേരുടെ കൂടെയുള്ള കോൺവെർസേഷൻ അല്ലാണ്ട് നമ്മൾ ഒരു ആൾക്കൂട്ടത്തിന് ഫേസ് ചെയ്യേണ്ടി വരാനുള്ള സാധ്യത വളരെ കുറവാണ് സാധാരണക്കാർക്ക്. ഇപ്പൊ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനൊക്കെ ആയി അവരുടെ ലൈഫിൽ ഡെയിലി ഇതൊരു ഒരു ഹാബിറ്റ് പോലെയാണ്. കാരണം അവർക്ക് എങ്ങനെയും വൺസ് ഒരു ദിവസത്തിൽ അവർക്ക് മൈക്ക് എടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്ന് ഇത്രയും പേരോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കോൺഫിഡൻസ് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഈ സെഷൻസും മീറ്റിംഗ്സും ട്രെയിനിങ്സ് BOPകൾ ബിസിനസ് ബൂസ്റ്റർ ഇതൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു ഫീൽഡിലും നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് പല സമയങ്ങളിലായിട്ട് നമ്മളുടെ ലീഡേഴ്സും നമ്മളുടെ എല്ലാവരും സ്ക്രീനിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴും നമ്മൾ ബുക്കുകളിലും നമ്മൾ പഠിക്കുന്ന കാലത്തിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ കേട്ടിട്ടുള്ള 5 കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി അത് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് അത് നമ്മൾ ശ്രമിച്ചാൽ മാത്രം, കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ ഈ 5 കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇതിപ്പോ എല്ലാരും പറയണത് തന്നെയാണ്. പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഞാൻ ഒരു SR ആണ്. അപ്പൊ എനിക്ക് നമ്മളുടെ ലീഡേഴ്സിന് സജഷൻ കൊടുക്കാനില്ല, അവരിൽ നിന്ന് പഠിക്കാനേ ഉള്ളൂ. നമ്മളുടെ എബവ് ലീഡേഴ്സിൽ നിന്ന് പഠിക്കാനേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്നെ പോലുള്ള SRകൾക്ക് നമ്മളുടെ ഈ ജേണി, നമ്മളെ കമ്പനി ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അടുത്ത വരും കൊല്ലങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ഒരു നെറ്റ്വർക്കർ ആവുക അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഈ ഒരു ഫിജിക്കാർഡിലേക്ക് എൻറ്റർ ചെയ്ത് വന്നിട്ടുള്ള ഒരു കൊല്ലമായിട്ട് അല്ലെങ്കിൽ 6 മാസമായിട്ട് അല്ലെങ്കിൽ 2 or 3 മാസം അല്ലെങ്കിൽ ഇന്നലെ വരെ ജോയിൻ ചെയ്തവര് ഉണ്ടായിരിക്കും. അപ്പോ ഈ സ്റ്റാർട്ടിങ് ഉള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, പക്ഷെ അത് ഈ 5 കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാമെങ്കിലും അത് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെല്ലാരും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. വലിയ വലിയ ബിസിനസ് സെലിബ്രിറ്റീസ് ഉണ്ടാവൂലേ, അവരൊക്കെ നിങ്ങൾ അവരുടെയൊക്കെ ഇന്റർവ്യൂസ് എടുത്ത് നോക്ക്. നിങ്ങൾ യൂട്യൂബിൽ വെറുതെ വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഇനി മുതൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അതിൽ വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കും എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് തോന്നും. നമുക്ക് ചിന്തിക്കാൻ തോന്നും, ഇത്രയും നാൾ എൻ്റെ ലൈഫ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ തോന്നുന്ന രീതിക്കുള്ള സാഹചര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മളുടെ സറൗണ്ടിങ്സ് എപ്പോഴും നമ്മളെ ലീഡേഴ്സ് പറയും നെഗറ്റിവിറ്റി. ലീഡേഴ്സ് അല്ല, ഇതുവരെ സക്സസ് ആയിട്ടുള്ള എല്ലാ നിങ്ങൾ വീഡിയോസ് സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, വലിയ വലിയ ബിസിനസ് ഓണ്ടർപ്രണേഴ്സിന്റെ വീഡിയോസ് എടുത്ത് നോക്കൂ. നെഗറ്റിവിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത്.
എന്തുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ, നമുക്ക് എന്തായാലും നമുക്ക് അങ്ങനെ തോട്ട് വരും. എനിക്ക് മാത്രം എന്തായിരിക്കും ഇങ്ങനെ, ഞാൻ എന്താണ് ഇങ്ങനെ ആവുന്നത്, അങ്ങനെ ഒരുപാട് തോട്ടുകൾ നമുക്ക് വരും. എന്തായാലും നമ്മളെ മനസ്സിൽ കൂടെ കടന്നു പോകും. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് സക്സസ് ആയിട്ടില്ലെങ്കിൽ, ചിലപ്പോ ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അത് ഒറ്റ പ്രാവശ്യം ഫെയിലിയർ ആവുമ്പോ തന്നെ ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് തോന്നും. പക്ഷെ ആ തോന്നുമ്പോഴും നമ്മളെ മനസ്സില് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? നമ്മള് പോസിറ്റിവിറ്റി നമ്മളുടെ സറൗണ്ടിങ്സിലും നമ്മളുടെ ഉള്ളിലും നിറയ്ക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി, ഇപ്പൊ എനിക്ക് നാളെ ഒരു കാര്യത്തിന് ക്യാഷ് ആവശ്യം ഉണ്ട്. ഞാൻ വിചാരിച്ച രീതിക്ക് ആ ക്യാഷ് കിട്ടിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും രീതിക്ക് എനിക്കത് എന്റെ കയ്യിലേക്ക് വന്നാൽ ഞാൻ അതിന് നന്ദി പറയാണ് വേണ്ടത്. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിൽ ആ ക്യാഷ് റെഡി ആവാത്തതിനായിരിക്കും നമ്മൾ പ്രശ്നം കണ്ടെത്തുക. അവിടെയും നമ്മൾ നെഗറ്റീവാണ് ചിന്തിക്കുക. അപ്പൊ ഈ 5 കാര്യങ്ങൾ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നമ്മൾ SRകളായിട്ടുള്ള ഓരോരുത്തരും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മളെ ലീഡേഴ്സിന് നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ എന്തായാലും പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാവണം. ഞാനും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ശ്രമിച്ചാൽ മാത്രമല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ എനിക്കിവിടെ വന്നിട്ട് എന്തൊക്കെ നമ്മളിതില് സക്സസ് ആവണമെങ്കിൽ ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അവിടെ നോട്ട് ചെയ്ത് പറയണത്. അത് ഞാൻ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അത് എന്നിലൂടെ പ്രാവർത്തികമാക്കാൻ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒന്ന്, ഞാൻ ഈ 5 ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് പറയുമ്പോൾ ഒന്ന് നിങ്ങളെ തന്നെ, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റുള്ളൂ. റിസ്ക് ടേക്കിംഗ് എബിലിറ്റി. റിസ്ക് ടേക്കിംഗ് എബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്കുകൾ എടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. നമ്മൾ ഇത് ചെയ്ത് എങ്ങനെയാവോ, വേണ്ട വേണ്ട അത് ഞാൻ ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞിട്ട് ഇരുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാവിലെ തൊട്ട് ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സക്സസ് കുറവായിരിക്കും. നിങ്ങൾ എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കി നോക്കുക. രാവിലെ ഒരു 9 to 5:30 അല്ലെങ്കിൽ 6 വരെ ഡെയിലി വർക്കിന് പോകുന്നവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ടീച്ചറാണ്, അവര് ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. അതിൽ അവർ അത്രയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു ടീച്ചർ ആണെങ്കിൽ പോലും അവർ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഇടയിൽ നമുക്ക് സ്കൂളിൽ എടുത്ത് നോക്കിയറിയാം, എല്ലാ ടീച്ചേഴ്സും മൈക്കിന്റെ മുന്നിൽ വരില്ല അല്ലെ? സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എന്നും മൈക്ക് എടുക്കണവർ തന്നെയായിരിക്കും ഡെയിലി നമുക്ക് നമ്മളുടെ അസംബ്ലിയിൽ കാണാൻ പറ്റുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ബാക്കിയുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ അവര് അത്രയും വലിയ ഒരു സഭേനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് മിക്ക ടീച്ചേഴ്സിനും ഉണ്ടാവില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ വിചാരിക്കും എന്തായിരിക്കും ചിലവരെ തന്നെ സെലക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുമ്പോൾ അവരെ തന്നെ നമ്മൾ വിളിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ശ്രമിക്കേണ്ടത് പറഞ്ഞാൽ, നമുക്കും അവരെ പോലെ പറ്റണം എന്നുള്ള തോന്നൽ നമുക്ക് വന്നത് മാറ്റി അവരെ നമ്മളുടെ പേര് വിളിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ശ്രമം. ഇപ്പൊ ഇവിടെ നമ്മള് എക്സ്ക്യൂസുകൾ പറയാത്തവരെയാവും നമ്മളെ ലീഡേഴ്സ് ആദ്യം വിളിക്കുള്ളൂ. എന്തൊരു പ്രോഗ്രാം വന്നാലും, ഇപ്പൊ എന്തേലും ഒരാൾക്ക് പകരം കയറ്റണമെങ്കിലും എക്സ്ക്യൂസുകളെ അല്ലെങ്കിൽ ഫോണ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ മാത്രമാണ് ലീഡേഴ്സ് വിളിക്കുള്ളൂ. അല്ലാത്തവരെ വിളിച്ചാൽ അവരെ എക്സ്ക്യൂസ് പറയുന്നുള്ളത് ഉറപ്പായതുകൊണ്ട് അവര് എന്തായാലും ഇപ്പൊ ഒരു MC ഒരാളെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു സെഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ വലിയ വലിയ പ്രോഗ്രാംസിലൊക്കെ എന്തേലും നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വേണം പറഞ്ഞാൽ ഡെയിലി അത് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളെ മാത്രമേ നമ്മളെ ലീഡേഴ്സ് വിളിക്കുള്ളൂ. ആ ഒരാളായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൽ വന്ന് സെയിൽ ക്ലോസ് ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ അതിന് കഴിവുള്ളവർ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ തന്നെ അത് വലിയ മാറ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ഞാൻ MC ചെയ്ത ഇങ്ങനെയാവോ, സെഷൻ ചെയ്ത അങ്ങനെയാവോ എന്ന് വിചാരിച്ച് നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ നോ പറയണോ അത്രയും ദിവസം നിങ്ങളുടെ ചാൻസുകൾ അവിടെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ നോ പറയാതിരിക്കുക. അതേപോലെ ക്ഷമ.
എനിക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ വർക്കിനും കൂടെ പോണ ആളാണ്. ക്ഷമ തീരെ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കൊണ്ടുവരികയാണ് വീട്ടിലിങ്ങനെ മക്കളോടൊക്കെ അങ്ങനെ ഉറ തുള്ളണ ആൾ തന്നെയാണ്. നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവര് വിളിക്കുമ്പോ അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ മോളോട് ഞാനിവിടെ രാത്രി ഒരു സൂമിലൂടെ ഒരു പ്ലാൻ കൊടുക്കാൻ വേണ്ടി റെഡി ആവുമ്പോ എന്റെ മോള് എടുത്തിരിക്കണ്ടായി. അപ്പൊ മോളോട് പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ മൈക്കും ക്യാമറയും ഓൺ ആക്കി കഴിഞ്ഞാൽ നീ സൗണ്ട് ഉണ്ടാക്കരുത്. അപ്പൊ അവൾക്ക് അതൊരു കളിയാണ്. എന്താ വെച്ചാൽ അവള് സൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ അവളെ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറക്കി വിട്ടു. അപ്പൊ അവളെ അച്ഛനോട് പോയി പറഞ്ഞു അമ്മയ്ക്ക് ഞാനാണോ വലുത് ഫിജിക്കാട്ടാണോ വലുത് എന്ന് അവള് ചോദിച്ചു. അവളവിടെ കരയാണ്. പക്ഷെ എനിക്കത് കാണാൻ പറ്റില്ല. അപ്പൊ അതാണ് നമുക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷെ ക്ഷമ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പേഷ്യൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് ക്ഷമ ഒരാളിപ്പോ നമ്മളൊരു ഫോളോ അപ്പ് പറയണത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര ആൾക്കാർക്ക് എന്തൊക്കെ പ്ലാൻ കൊടുത്തു അത് നമ്മൾ എഴുതി വെച്ച് ഇന്നവർ ഇന്നത് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ നോക്കി അവരെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമയിലൂടെ മാത്രം തന്നെ ആ ഫോളോ അപ്പ് നടക്കുള്ളൂ. നമ്മൾ അവരോട് പോയി ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ എത്ര ദിവസമായി ഇങ്ങനെ വരാ പറയണോ, നിങ്ങൾ പിന്നെ ഇനി എനിക്ക് നിങ്ങളെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് ക്ഷമ വേണം അല്ലെ. അത് ഇവിടെ മാത്രല്ല, നമുക്ക് സക്സസ് ആവണമെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ് എന്റർപ്രണേഴ്സ് വരെ പറയണത് പേഷ്യൻസ് വേണം എന്നാണ്. ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാൻ. ഇന്നിപ്പോ ഇതിൽ വന്നിട്ട് നമുക്ക് നാളെ തന്നെ 10,000 കിട്ടണം പറഞ്ഞാൽ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ശ്രമിച്ചാൽ കിട്ടും. പക്ഷെ നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്നാണ്. പതുക്കെ പഠിച്ചു പോയാൽ നമുക്ക് സക്സസ് ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ പതുക്കെ ഇതില് എല്ലാ ട്രെയിനിങ്ങും മീറ്റിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പതുക്കെ നമ്മൾ ക്ഷമയോടെ വീട്ടിലൊന്നും പ്രവർത്തിക്കാതിരുന്ന സക്സസിലേക്ക് വരില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് സ്ക്രീനിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് നമ്മൾ ഈ സൂമിന്റെ ലിങ്കിൽ തൊട്ടിട്ട് ആരും ഇല്ല, നമ്മളെ 7am സൂമിന്റെ ലിങ്കിൽ തൊടുക. അതിൽ പോയിട്ട് നിങ്ങൾ തന്നെ സൂം ഓപ്പൺ ചെയ്ത് നിങ്ങൾ തന്നെ പ്ലാനിന്റെ പേജ് എടുത്തിട്ട് ഓരോ പേജ് ഡെയിലി നിങ്ങൾ എന്നും 7am ലിങ്ക് നമ്മളുടെ ഗ്രൂപ്പിൽ വരും. അതിൽ ആ സൂമിന്റെ ലിങ്കിൽ തൊട്ടാൽ നിങ്ങൾ മാത്രമേ 7am കഴിഞ്ഞാൽ ആ ലിങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഫോണൊക്കെ ചാർജ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ വീട്ടമ്മമാരായിട്ടിരിക്കണവരൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഓഫീസിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ സൂമിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമ്മളുടെ പ്ലാനിന്റെ PDF നമ്മളുടെ കയ്യിലുണ്ടാവും. അത് പ്ലാനിന്റെ PDF ഓൺ ആക്കാൻ പറ്റാത്തവർക്ക്, അങ്ങനെ അറിയാത്തവർക്ക് നമ്മളെ പ്ലാൻ ബുക്ക് ഉണ്ടാവും. അപ്പൊ ആ പ്ലാൻ ബുക്ക് എടുത്തിട്ട് നമ്മൾ ഒരു പേജ് ഒരു ദിവസം, ഒരു പേജിൽ നമ്മളെ ഇപ്പൊ വലിയ വലിയ ലീഡേഴ്സിനെ സംബന്ധിച്ച് ഒരു പേജ് ഒരു ദിവസം പഠിക്കാൻ സിമ്പിൾ ആയിരിക്കും. പക്ഷെ ഒരു SR അല്ലെങ്കിൽ ഇതിൽ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു ആ ഒരു പേജിൽ തന്നെ അവർക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ചിലരും ഉണ്ടാവും. അപ്പൊ ഒരു പേജ് ഒരു ദിവസം എടുത്തു വെച്ചിട്ട് അതിൽ ഒരു ഭാഗം, ഇപ്പൊ വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ് എന്നുള്ളതിൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, അത് നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ സെക്കൻഡ് ആവുമ്പോൾ 4 ആസ്പെക്ട് നമ്മളുടെ പ്ലാനിൽ വരുന്നുണ്ട്. ആ 4 ആസ്പെക്റ്റിൽ ഇ-കൊമേഴ്സ്, വെൽനെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ റഫറൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ എന്താണെന്ന് ഒരു കാര്യം ഒരു ദിവസം പഠിച്ചാലും സിമ്പിൾ ആയിരിക്കും. പക്ഷെ ചെയ്യില്ല, നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് പഠിയാത്തത്. ഒരു കാര്യം അതിൽ ഒരു ആസ്പെക്ട് ഒരു ദിവസം പഠിച്ചാലും 4 ആസ്പെക്ട് 4 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും ആ സെക്കൻഡ് പേജിലെ. പക്ഷെ അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ക്ഷമല്ല, നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാനുള്ള ഒരു ഇതില്ല. അതേപോലെ തന്നെ ഈ സൂമിന്റെ ലിങ്ക് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സ്വയമായിട്ട് ആഗ്രഹം ഉണ്ടാവും അല്ലെ, സെഷന് ഞാൻ ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയാനാണ് എനിക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആ സ്ക്രീനിൽ നമ്മളെ നേരിട്ട് കാണാം. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് കാണാം, എന്റെ ഫേസ് എങ്ങനെയാണ് ഞാൻ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കാണുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങൾക്ക് മടി ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് സ്ക്രീനിലൊന്ന്, എനിക്ക് പറഞ്ഞപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളല്ല, അതുകൊണ്ട് നമുക്കൊരു ഫ്ലോ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ചിലവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര വിക്കലുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്
എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ഇപ്പൊ ഈ പറയുമ്പോൾ നമ്മൾ ചിലവർക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്ഷൻ വരും, അങ്ങോട്ട് കയ്യാക്കും ഇങ്ങോട്ട് കയ്യാക്കും. അതൊക്കെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് സെഷനിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് തല ഇങ്ങനെ ആക്കും, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കും. അത് ഞാൻ ഇപ്പൊ പരമാവധി എന്റെ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ഇനി നമ്മൾ അങ്ങനെയുള്ള തെറ്റുകൾ വരുത്താൻ പാടില്ല. അധികം നമ്മൾ ആക്ഷൻസ് കാട്ടാതെ മിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയണമെന്ന് നമുക്ക് തോന്നും. നമ്മൾ തന്നെ നമ്മളെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലാവും. അങ്ങനെയൊന്നും പക്ഷെ ആരും നമ്മൾ ചെയ്യാൻ തയ്യാറാവണില്ല. ഇങ്ങനെയുള്ള ഓരോ SRകളും ഓരോ ദിവസം ഓരോ കാര്യങ്ങള്, ഒരു പേജിൽ ഒരു ആസ്പെക്ട്സ് പഠിച്ചാൽ പോലും നമുക്കൊരു 30 ദിവസത്തിനുള്ളിൽ നമ്മളെ പ്ലാൻ എന്തായാലും പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഈ പ്ലാൻ പഠിക്കുന്നതിന്റെ ഒപ്പം ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം ഒരു ദിവസം പഠിക്കാൻ നോക്കിയ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ ദിവസവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സമയം കിട്ടണമെന്നില്ല. പക്ഷെ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് ഈ പ്ലാനിന്റെ ഒരു പേജിലെ ഒരു ആസ്പെക്റ്റും ഒരു പ്രൊഡക്റ്റിന്റെ പേരും അതിന്റെ റേറ്റും അതിന്റെ ഡീറ്റെയിൽസും പഠിക്കാലോ. സിമ്പിൾ ആയിട്ട് പറ്റില്ലേ? പക്ഷെ നമ്മൾ ചെയ്യില്ല. എന്നും പറ്റില്ലായിരിക്കും. ഇപ്പൊ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 25 അല്ലെങ്കിൽ ഒരു 20 ദിവസമേ പറ്റുണ്ടാവുള്ളൂ. ബാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് കല്യാണങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോണ്ടി വരും. പക്ഷെ ഈ ഒരു ദിവസത്തില് ഒരു പ്രൊഡക്റ്റിന്റെ പേരോ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റോ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. പറ്റാതിരിക്കില്ല, കാരണം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണത്. അല്ലാതെ എനിക്ക് വേറുള്ള കാര്യങ്ങൾ, ഇപ്പൊ സെയിൽ ക്ലോസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് വരുന്നേ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ പ്ലാൻ കൊടുക്കാൻ എൻ്റെ അപ്ലയൻസ് ആണ് പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ കൊടുത്തിട്ടുള്ളവർക്കൊക്കെ. അപ്പോ എനിക്ക് ഇതൊന്ന് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ അല്ല എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 5 കാര്യങ്ങൾ: റിസ്ക് ടേക്കിംഗ് എബിലിറ്റി നമ്മൾ പറഞ്ഞു, പേഷ്യൻസ് നമ്മൾ പറഞ്ഞു, ഇനി പ്രോബ്ലം സോൾവിങ് സ്കില്ല്. നമ്മളൊരു ചെറിയൊരു കാര്യം വന്നാൽ പോലും അതിനെ വലുതാക്കിയിട്ട് കാട്ടാതെ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാം. ഇപ്പോ നമുക്ക് നാളെ ഒരു ഇത്ര രൂപ ആവശ്യം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ അതെ പറഞ്ഞ് നമ്മൾ ആ സിറ്റുവേഷൻ വളരെ വഷളാക്കല്ലാണ്ട് നമ്മൾ കൂളായിട്ട് നമുക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട്, എന്താണ് അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ക്ഷമ നമുക്കില്ല. പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്ക് വേണം. അതേപോലെ ഒബ്സഷൻ ടു ലേൺ, ഞാൻ പറഞ്ഞ കാര്യം തന്നെ, പഠിക്കാൻ നമുക്ക് തയ്യാറായെന്നെ പറ്റുള്ളൂ. മടി എനിക്ക് എൻ്റെ ഉള്ളിൽ എന്നോട് പറയും അയ്യോ ഇപ്പത് വേണ്ട, കുറച്ച് യൂട്യൂബിൽ കുറച്ച് റീൽസ് കണ്ടിട്ട്. ഒരു റീൽ അങ്ങോട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളോട് ആര് പറഞ്ഞാലും ആ റീല് അടുത്തേക്ക് സ്ക്രോൾ ആവും, അത് നിർത്താൻ തോന്നില്ല. അപ്പൊ അത് ഓൺ ആക്കണതിന് മുമ്പ് നമ്മൾ വിചാരിക്കുക ഇപ്പൊ ഞാൻ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ വെറുതെ റീല് കണ്ടിരിക്കും, അപ്പൊ അത് വേണ്ട, നമുക്ക് എന്തേലും വേറെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തേലും ഒരു കാര്യം ചെയ്തുകൂടെ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക. ഞാനിപ്പോ അല്ലാണ്ട് എനിക്കും മടിയുള്ള ആളാണ്. അപ്പൊ നമ്മൾ പഠിക്കാതിരിക്കുമ്പോ അല്ലെങ്കിൽ ഇതിന് വല്ല കാര്യങ്ങൾ നോക്കാതിരിക്കുമ്പോ ഞാൻ എന്നോട് ഇപ്പൊ ഇതിന് ഇരുന്നാ ഇനിയിപ്പൊ എന്തായാലും ആ റീല് കണ്ട് ഒരു മണിക്കൂറെങ്കിലും ആ ഫോണിന്റെ മുന്നിൽ ഇരിക്കും. റീല് കാണുമ്പോഴായാലും നിങ്ങളുടെ റീൽസിൽ യൂട്യൂബിലെ റീൽസ് ലിസ്റ്റ് എടുത്താൽ നിങ്ങൾ എങ്ങനെയുള്ള റീലാണ് കാണുന്നത് എന്നുള്ള രീതിക്കുള്ള റീൽസ് മാത്രമേ നിങ്ങളുടെ ലിസ്റ്റിൽ വരുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും. കാരണം നിങ്ങൾ ഡെയിലി വല്ല സിനിമേന്റെ കാര്യങ്ങളാണ് നോക്കണത് വെച്ചാൽ ആ ഒരു ഓർഡറിൽ മാത്രമേ നിങ്ങളുടെ റീൽസ് വരുള്ളൂ. അല്ലാതെ വേറൊരു എക്സ്ട്രാ കാര്യങ്ങളും നിങ്ങളുടെ റീൽസിൽ ആ ലിസ്റ്റിൽ വരില്ല. നമ്മൾ പോസിറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സക്സസ് ആവണം എന്നുള്ള തോട്ട്സ് മാത്രമാണ് നമ്മൾ നോക്കണമെങ്കിൽ അത് മാത്രം നമ്മൾ ലിസ്റ്റിൽ വരുള്ളൂ. അത് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരമുണ്ട്. കാരണം ഈ 7am ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 1 മണിക്കൂർ എന്തായാലും അതിൽ പോകും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റേലും പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങൾ കണ്ടിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൽ ഇപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാനും ഇങ്ങനെ തന്നെയാണ് ആയിരിക്കും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ യൂട്യൂബിൽ പോസിറ്റീവ് വീഡിയോസ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാനുള്ള വീഡിയോസ്
അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു നോക്കി അതിൽ തന്നെ നമുക്ക് ഇവിടെ സെഷൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് എന്നാണ് ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. ഓരോരോ ഗ്രേറ്റ് ആയിട്ടുള്ള ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് ഒക്കെ വന്നിട്ട് ഈ ഒരു 5 കാര്യങ്ങൾ എത്ര കോൺഫിഡൻസോട് കൂടി പറയണ കേൾക്കുമ്പോ തന്നെ നമുക്ക് അങ്ങനെ രോമം എണീറ്റ് നിൽക്കുന്ന രീതിക്കാണ് അവർ പറയുക. അത്ര കോൺഫിഡന്റ് ആയിട്ട്, കാരണം അവരവരുടെ ലൈഫിൽ സക്സസ് ആയിട്ടാണ് അവർ പറയണത്. അപ്പൊ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം, ഒബ്സഷൻ ടു ലേൺ, പഠിക്കാനുള്ള ഒരു ഇത് നമുക്ക് വേണം. ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ല നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇനി അവിടെ എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കുക തന്നെ വേണം. അതിനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കി എടുക്കുക തന്നെ വേണം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് 5ാമത്തെ സ്കില്ലാണ് കൺസിസ്റ്റൻസി. ഇതൊക്കെ നമ്മൾ ചെയ്തു, ഒരു ദിവസം ചെയ്തു, ഒരു ദിവസം ഒരു പ്രൊഡക്റ്റിന്റെ പേര് പഠിച്ചു, ഒരു ദിവസം പ്ലാനിന്റെ ഒരു പേജിന്റെ ഒരു ഭാഗം പഠിച്ചു, പിന്നെ നമുക്ക് ക്ഷമ കൊണ്ടുവരണം നമ്മൾ വിചാരിച്ചു, സ്കില്ലുകൾ ഉണ്ടാക്കണം നമ്മൾ വിചാരിച്ചു. ഇതൊക്കെ ഒരു ദിവസത്തേക്ക് നമ്മൾ വിചാരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ വിചാരിക്കണുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക്. അത് കഴിഞ്ഞാൽ അവിടെ ഇട്ടു നമ്മൾ, അല്ലെ? കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്താലും നമുക്ക് അതിനുള്ള റിസൾട്ട് ഉറപ്പാണെന്ന് സക്സസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു അതിലൂടെ ഒന്ന് പോയി നോക്കിയാൽ എന്താണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ. വെറുതെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാരും പറയുന്നുണ്ട് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട്, ഈ 5 ആസ്പെക്ട്സ് എല്ലാരും നമ്മളുടെ ലീഡേഴ്സും എല്ലാരും പറയുന്നുണ്ട്. ആർക്കെങ്കിലും തോന്നണം, കാരണം ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടോന്ന് നോക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ നോക്കി നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നോക്കുമ്പോ 7am ലിസ്റ്റിൽ ആൾക്കാരെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. എല്ലാരും എന്നും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻസി കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ 7am ലിസ്റ്റിൽ ലീഡേഴ്സിന് ഒരു സംശയം ഇല്ലാണ്ട് നമ്മളെ വിളിച്ച് ചോദിക്കാണ്ട് അവർക്ക് തന്നെ പിന്നെ